പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യമായി ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ അവിശുദ്ധ ദാസിയോടും എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ, ഇന്ന് രാത്രികാലം ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ദൈവം ഉപയോഗിക്കുന്ന ഇമ്മാനുവേൽ ഇന്റർനാഷണൽ ചർച്ചിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ അവിശുദ്ധ ദാസൻ പാസ്റ്റർ വിനോയ് ജോസഫ് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിനകത്തുള്ളത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ദൈവരാജ്യത്തിനകത്ത് യാതൊരുവിധ യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും കർത്താവ് വിളിച്ചു വേർതിരിച്ച് കർത്താവിന്റെ മഹിമാ സന്നിധിയിൽ കർത്താവിന്റെ അപ്പന്റെ പകരക്കാരിയാക്കി ദൈവം നിർത്തിയത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മോളി സൗമേൽ എന്ന് പറഞ്ഞ ആന്റി നല്ല പരിചയം കണ്ടിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നീലമാമ്മയുടെ സിസ്റ്ററാന്ന് തോന്നുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് ഈ മീറ്റിങ്ങിനകത്ത് കയറുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം വീഡിയോയിൽ കയറി വരാൻ കഴിയുന്നവരെല്ലാം ദൈവനാമത്തിൽ വീഡിയോയിൽ കയറി വരുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. തുടർന്നുള്ള സമയം ഒന്നിച്ച് നമ്മൾ വചനം ശുശ്രൂഷിക്കാൻ പോവുകയാണ്. കർത്താവ് ഏൽപ്പിച്ച ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഞാനും കുഞ്ഞുങ്ങളും. ഹസ്ബൻഡ് വിശ്വാസത്തിലായിട്ടില്ല. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നും വിളക്കം വെച്ച ആരാധനകളെ 33 കോടി ദൈവങ്ങളെ സേവിച്ച് ആ ഒരു പാരമ്പര്യത്തിനകത്ത് നിൽക്കുന്ന ആ ഒരു മേഖലയ്ക്കകത്തുനിന്ന് കർത്താവിന് വേണ്ടി കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഒരുപാട് പ്രതികൂല സാഹചര്യത്തിനകത്തും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സ്വർഗം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ചലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങളെ ചലിപ്പിച്ച് 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. അടിയൻ ഇവിടെ ഒന്നും പറയാനില്ല. കർത്താവ് എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ പറയാനുള്ളൂ. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മളായിരിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ അസാധാരണമായ കരം ഇന്ന് രാത്രി നമ്മളെ ചലിപ്പിക്കണം. സ്വർഗം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ചലിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ റമ ശംധന റബൽ ഖമാനഗശസി അംധന റീകാരഗനഗഡഗസി അടകരഗദനഗ ശംദൽ പ്രൗഢമാരഗധുനി അർത്ഥന റീകാരകൾ കമാനഗശസി അംധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രികാലം ദൈവിക മഹത്വം ഇന്ന് രാത്രികാലം ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ചലിക്കട്ടെ. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ അനോയിന്റിങ് ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ നടുവിലും കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുവാൻ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഓ റബ ശംധന. നമ്മൾ കാഴ്ചക്കാരെ പോലെ ഇരിക്കല്ല. ഇന്ന് രാത്രികാലം ഒരു പെർഫോമൻസ് അല്ല ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് വില കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തിന്റെ ഇപ്പോഴത്തെ സൂം പ്ലാറ്റ്ഫോമുകളെല്ലാം പെർഫോമൻസ് ആയി മാറുമ്പോൾ, ബിസിനസ് മേഖലകളായി മാറുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ കർമ്മേൽ പ്രയർ എന്ന് പറയുന്ന ഈ ഒരു മിനിസ്ട്രിക്കകത്ത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ചലനങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കണം. ഹല്ലേലൂയ. ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ആ കർമ്മേലിൽ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഏലിയാവും യാഗപീഠം ഒരുക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാലും യാഗപീഠം ഒരുക്കി. എന്നാൽ ഏലിയാവിന്റെ യാഗപീഠത്തിനകത്ത്, ഏലിയാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് തുടങ്ങി വെച്ച യാഗപീഠത്തിനകത്ത് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പുതുക്കി പണിതുകൊണ്ട് ഇളകിക്കിടന്ന കല്ലുകളെ 12 ഗോത്ര സംഖ്യക്കുള്ള കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് കർമ്മേലിനകത്ത് ഒരു യാഗപീഠം ഒരുക്കി. അത് കണ്ടിട്ട് ബാലും ഒരു യാഗപീഠം ഒരുക്കി. ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ ദൈവ സാന്നിധ്യമുള്ള ദൈവജനം യാഗപീഠം ഒരുക്കുമ്പോൾ അതിനെതിരായി പൈശാച മണ്ഡലങ്ങൾ, അതിന്റെ തേർവാഴ്ച ശക്തികൾ, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കി
അവൻ യാഗപീഠം ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം, കർമ്മേലിൽ ഇറങ്ങിയ യാഗത്തിലെ ഓരമലക ശബരക തുരമലകടകസി റീഖാരക ശംഭര റീവൽ പ്രൗഢമാരക തുരിമർത്തനാരക കമലകടകസിയാടന. ബാലിന്റെ യാഗപീഠത്തിലല്ല തീ ഇറങ്ങിയത്. ഹല്ലേലൂയ. ഏലിയാവ് ഒരുക്കിയ യാഗപീഠത്തിനകത്ത് കർമ്മേലിൽ തീ ഇറങ്ങാൻ കാരണം എന്താണെന്നറിയാവോ? ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ ഏലിയാവ് പുതുക്കി പണിത് കേട്ടോ. ഇളകിക്കിടന്ന കല്ലുകളെ, പിശാചിന്റെ പഴുതുകളെ അടച്ചുകൊണ്ട്, ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഏലിയാവ് യാഗപീഠം ഒരുക്കിയപ്പോൾ ദൈവത്തിന്റെ തീ അതിനകത്ത് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാഗപീഠം ഒരുക്കിയത് വെറുതെ അല്ല. ഹല്ലേലൂയ. 12 ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണമുള്ള 12 കല്ലെടുത്ത് ഏലിയാവ് യാഗപീഠം കെട്ടിപ്പണിതു. അതിനകത്ത് വിറകടുക്കി, അതിനകത്ത് യാഗവസ്തുവിനെ ഖണ്ഡമായി മുറിച്ചു വെച്ചു. 2 സേയ ഗോതമ്പ് വിതയ്ക്കത്തക്ക വിധത്തിൽ ഒരു തോടുണ്ടാക്കി, തോട്ടിൽ നിന്ന് വെള്ളം കോരി യാഗപീഠത്തിന് ചുറ്റുമൊരുക്കി ഏലിയാവ് പ്രാർത്ഥിക്കാൻ കർമ്മേലിൽ കയറി. ഈ മിനിസ്ട്രിക്കകത്തിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ ഗണത്തോട് ഞാൻ പറയാം, നീ ഒരുക്കുന്ന യാഗപീഠം വെറുതെ അല്ല കേട്ടോ. നീ കർമ്മേലിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നാണ് തീ ഇറങ്ങിയത്. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇറങ്ങുന്ന തീക്കകത്ത് മണ്ണും വെള്ളവും ദഹിച്ചു മാറി. ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിനകത്ത് നിനക്ക് വിരോധമായി, നിന്റെ വായ്ത്തങ്ങൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി ശത്രു ഒരുക്കുന്നവരെ സകല പൈശാച തേർവാഴ്ച ശക്തികളെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അവിടുത്തെ സൗരഭവാസനയായ യാഗപീഠത്തിനകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി തീ ഇറങ്ങുന്ന ആരാധന നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. ഹല്ലേലൂയ. ഉണർവെന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന കസാര പൊട്ടിക്കുന്നതല്ല ഉണർവ്, നമ്മൾ കൈയടിച്ച് തുള്ളുന്നതല്ല ഉണർവ്. ദൈവത്തിന്റെ തീ പ്രത്യക്ഷമായ നിലവാരത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്റെ കുടുംബാന്തരീക്ഷത്തിനകത്ത്, നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതാണ് ഉണർവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു മഹത്വം കർത്താവ് നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകട്ടോ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ കർത്താവിന്റെ പ്രദർശനശാലയാക്കി ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വർഗമേ ഞങ്ങളെ ഒന്ന് തെരഞ്ഞെടുക്കണമെന്ന് ഇന്ന് രാത്രി കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിങ്ങളുടെ അധരങ്ങളെ ഒന്ന് ചലിപ്പിച്ചാട്ടെ. കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. ഇന്ന് രാത്രി എന്തെങ്കിലും പ്രാപിച്ചെടുക്കുവാൻ ദൈവ സാന്നിധ്യത്തോടൊന്ന് ചേർന്നിരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവം ഏലിയാവ് ഒരുക്കിയ യാഗപീഠത്തിൽ കർമ്മേലിലേക്ക് ഏലിയാവ് കയറിയിട്ട് ഏലിയാവ് പറയുന്ന ഒരു വാചകമുണ്ട്. ഹല്ലേലൂയ. ജനം കാണത്തക്ക വിധത്തിൽ കർത്താവേ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അത് കണ്ടിട്ട് ബാലും യാഗപീഠം ഒരുക്കി. എന്നാൽ ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞുകൊണ്ട്, അസേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവം കർമ്മേലിലെ തീയിറക്കെങ്കിൽ ഇന്ന് രാത്രി ഈ മിനിസ്ട്രിക്കകത്ത് അഭിഷേകത്തിന്റെ തീയുടെ ചലനങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വചനമുണ്ട്, പ്രസംഗമുണ്ട്, പ്രവചനമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അനോയിന്റിങ്ങും ദൈവത്തിന്റെ തീയുമില്ലാതെ ഹല്ലേലൂയ പൈശാച മണ്ഡലങ്ങൾ എരിഞ്ഞു മാറണമെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അത് 100 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. പിശാച് എന്തുകൊണ്ടാ? ഒത്തിരി പേരെന്നെ വിളിക്കും പ്രാർത്ഥിക്കാൻ. സിസ്റ്റർ, പിശാച് മാന്തുന്നു, പിശാച് ചൊറിയുന്നു, പിശാച് അത് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിന്നെ ചൊറിയാനും ഹല്ലേലൂയ മാന്താനും വരുന്ന എന്തിനാ? നിന്റെ അകത്ത് തീയില്ല കേട്ടോ. നിന്റെ മേൽ അഭിഷേകമില്ല. എന്നോ കത്തിയതെല്ലാം കെട്ടുപോയി. ഇന്ന് ചാരമായി നിൽക്കുക. ഇന്ന് രാത്രി ഒന്ന് കത്തിക്കേറിക്കണം കേട്ടോ. നിനക്കെതിരെ ശത്രു എത്ര പദ്ധതികൾ ഒരുക്കിയാലും, എത്ര ആഭിചാര മന്ത്രവാദ ശക്തികൾ, എത്ര ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങൾ ഒരുക്കിയാലും ഹല്ലേലൂയ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി പൈശാച മേഖലകളെ തകർക്കുന്നതാ കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, 430 വർഷം അടിമത്തത്തിൽ കിടക്കുന്ന അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുവാൻ ഒരു മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിനകത്ത് വിളിച്ചു കയറ്റി. ഹല്ലേലൂയ. യഹോവയായ ദൈവം മോശയോട് പറയാ, മോശേ നീ കേറി വാ. 40 വർഷം എവിടെയായിരുന്നു എന്ന് ദൈവം ചോദിച്ചില്ല. 40 വർഷത്തെ ചരിത്രം ദൈവത്തിന് അറിയണ്ട.
ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ പാരമ്പര്യം ദൈവത്തിന് അറിയണ്ട. നീ ഇതുവരെ എവിടെയാ ജനിച്ചെന്ന് ദൈവത്തിന് അറിയണ്ട. നിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് അറിയണ്ട. ഇപ്പോൾ നിന്റെ മേൽ പകർന്നിരിക്കുന്ന അനോയിന്റിങ് അത് കാലഘട്ടങ്ങളെ തിരിച്ചു പിടിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടു പോയ തലമുറകളെ, അഭിഷേകത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു അതോറിറ്റി ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവം തുറക്കാൻ പോകുന്നു. ഇന്ന് രാത്രികാലം ആ കാലഘട്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന അഭിഷേകമുള്ള അഭിഷേക്തന്മാരായി ഇതിനകത്തിരിക്കുന്ന കേട്ടോ. ഈ 2025 കാലഘട്ടങ്ങളെ, കാലഗതികളെ തിരിച്ചു പിടിക്കുവാൻ അഭിഷേകമുള്ള കർത്താവിന്റെ അഭിഷേക ദാസൻ വിനയ് പാസ്റ്ററുടെ ഒക്കെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുക. ഒരു യോഗ്യതയുമില്ലാത്ത എന്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. 2017 ഒറ്റയ്ക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ആരും സഹായിപ്പാനില്ല, രക്തബന്ധങ്ങളില്ല, പ്രിയപ്പെട്ടവരില്ല, ചാർച്ചക്കാരില്ല, ഒരു വചനം പറഞ്ഞു തരാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈത്താങ്ങൽ തരാൻ ആരുമില്ല. അവിടെ എല്ലാം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനും എന്റെ അപ്പായുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഹല്ലേലൂയ രാത്രികളെ പകലാക്കി ദിനരാത്രങ്ങൾ നിലവിളിച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് ദൈവം എന്നെ കയറ്റിയത് കേട്ടോ. പാരമ്പര്യം പറയാൻ എനിക്ക് ഒന്നുമില്ല, കുടുംബശ്രേഷ്ഠത പറയാൻ ഒന്നുമില്ല, വിദ്യാഭ്യാസം പറയാൻ ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് പറയാൻ ഒന്നുമില്ല. എനിക്ക് എന്റെ അപ്പൻ തന്ന ഒരു പിടി അഭിഷേകമല്ലാതെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അഭിഷേക ദാസൻ ഹല്ലേലൂയ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ ഇവിടെ വരെ എന്നെ എത്തിച്ചത് എന്റെ അപ്പന്റെ സ്നേഹം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ഒരു കാലഘട്ടത്തിൽ പൈശാച മേഖലകൾക്ക് ബലി കർപ്പിച്ചുകൊണ്ട് കുടുംബക്ഷേത്രങ്ങൾക്ക് വിളക്ക് കത്തിച്ച് വിളക്കും വെച്ചാരാധനകൾ 33 കോടി ദൈവങ്ങളെ സേവിച്ച് നടന്ന ഒരു കുടുംബത്തിനകത്ത് നിന്ന് ഒരു വല്യപ്പൻ മന്ത്രവാദി ഇരുന്ന ചുട്ടകോഴിയെ പറപ്പിച്ച ഈ പേരെടുത്ത് പറയത്തക്ക വിധത്തിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയുടെ കൊച്ചുമകളായിരുന്ന എന്നെ അപ്പൻ വിളിച്ചു വേർതിരിച്ച് ഈ പെട്ടകം ചുമക്കുവാൻ എന്റെ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുക. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാ ഹല്ലേലൂയ ഈ പുസ്തകം ചുമക്കുന്നത് കേട്ടോ. ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം, കാറ് തരുന്നതല്ല ഭാഗ്യം, 2 നില വീട് കിട്ടുന്നതല്ല ഭാഗ്യം, ക്രിസ്തുവിനെ നീ ധരിക്കുന്നതാണ് ഭാഗ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. 3:1 മുതൽ 1 ശമൂവേൽ 3-ാം ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്തൊരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. മതി. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വചനമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ അനേക അഭിഷക്തന്മാരിൽ കൂടെ കേട്ട, ഒത്തിരി വ്യത്യസ്തമായ നിലവാരത്തിൽ കേട്ട ദൈവവചനത്തിന്റെ ശബ്ദമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് എനിക്ക് തന്ന ആ വെളിപ്പാടിനകത്ത് നിന്നുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്തേക്ക് ഇന്ന് രാത്രികാലം ഞാൻ കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കർത്താവ് സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ ഈ രടികൾ പാടിക്കൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു. സുന്ദരനേ പരിശുദ്ധനേ മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ
പരിശുദ്ധനേ മഹോന്നതനേ എൻ പ്രിയനേ ആയിരങ്ങേലീല സുന്ദരനേ എൻ പ്രാണപ്രിയൻ നീയേ ആയിരങ്ങേലീല സുന്ദരനേ എൻ പ്രാണപ്രിയൻ നീയേ നിന്നെ കാണണം ആ സ്നേഹത്തിൽ അലിയണം അതുമാത്രമെൻ വാഞ്ചയേ നിന്നെ കാണണം ആ സ്നേഹത്തിൽ അലിയണം അതുമാത്രമെൻ വാഞ്ചയേ സുന്ദരനേ പരിശുദ്ധനേ മഹോന്നതനേ എൻ പ്രിയനേ താഴ്വാരങ്ങേലീല താഴ്വാരത്തിൽ നിന്നെ കണ്ടുവല്ലോ നിന്നെ കാണണം ആ സ്നേഹത്തിൽ അലിയണം അതുമാത്രമെൻ വാഞ്ചയേ നിന്നെ കാണണം ആ സ്നേഹത്തിൽ അലിയണം അതുമാത്രമെൻ വാഞ്ചയേ സുന്ദരനേ പരിശുദ്ധനെ കർത്താവിന്റെ ബ്യൂട്ടിയെ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? 10,000-ങ്ങളിൽ അതിസുന്ദരനായ വെണ്മയും ചുമപ്പുമുള്ളവൻ അവന്റെ ബ്യൂട്ടിയെ ഇന്ന് രാത്രികാലം ആ വെളിപ്പാടിനകത്തൊന്ന് കാണാൻ കഴിയുമോ? 10,000-ങ്ങളിൽ അതിസുന്ദരനായവൻ. ഹല്ലേലൂയ! ഇത്ര സൗന്ദര്യമുള്ള നമ്മുടെ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്ന ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായും ദർശനം തീരെയും ഇല്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ, പഴയ നിയമ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ഏലിപുരോഹിതൻ. ഹല്ലേലൂയ. ഏലിപുരോഹിതന്റെ ആലയത്തിനകത്ത്, ദൈവത്തിന്റെ ആലയത്തിനകത്ത് ദൈവം ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുത്ത മനുഷ്യൻ ഹല്ലേലൂയ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഹല്ലേലൂയ കണ്ണു മങ്ങിപ്പോയി, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ആലയത്തിനകത്ത് രാവും പകലും വിളക്ക് കത്തിക്കണം, കെടാതെ വിളക്ക് കത്തിക്കണം, തേജസ് ഇറങ്ങി വരണം, ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആലയത്തിനകത്ത് വിളക്ക് കത്താൻ കഴിയാതെ വണ്ണം തേജസ് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ആ കാലഘട്ടത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവവചനത്തിനകത്ത് വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആലയത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തു വന്ന ഏലി പുരോഹിതൻ ഹല്ലേലൂയ 2 മക്കളുണ്ട്, ഒഫ്നയും ഫിനഹാസും. ഹല്ലേലൂയ, ഹല്ലേലൂയ ആലയത്തിനകത്തേക്ക് ഹല്ലേലൂയ ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന യാഗവസ്തുക്കൾ മുപ്പല്ലിക്കകത്ത് കുത്തിയെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഭവനത്തിനകത്ത് കൊണ്ട്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രൈ അടിച്ച് കഴിക്കുമ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ആലയത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ ആലയത്തിനകത്ത് രാവും പകലും കരയുന്ന ഒരു ഹന്നയെ ദൈവാത്മാവിനകത്ത് കാണിക്കുക. ഹല്ലേലൂയ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ ഹന്നയുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. അവൾ എന്നും രാവിലെയും വൈകിട്ടും ഒരു തലമുറയില്ല ആലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ വരിക. ആലയത്തിനകത്ത് വരുമ്പോൾ ആലയത്തിനകത്ത് കാണുന്നത് എന്താണെന്നറിയാവോ? തേജസ് നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ മഹത്വം പോയി. ഹല്ലേലൂയ പെരിസ്യരാൽ പെട്ടകം പിടിക്കപ്പെട്ടു. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ, ദൈവമേൽപ്പിച്ച നിയോഗങ്ങളെ മറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ പൈശാച മണ്ഡലങ്ങൾ ആലയത്തിനകത്ത് തേർവേഴ്ച നടത്തിയപ്പോൾ വിളക്ക് കെട്ടുപോയി. ആരാധനയ്ക്കകത്ത് വിളക്കെന്ന് പറഞ്ഞാൽ അതിനകത്ത് എണ്ണ ഒഴിക്കണം. പരിശുദ്ധാത്മാവ് നീ മാറിപ്പോയപ്പോൾ, ഹോളി സ്പിരിറ്റ് മാറിപ്പോയപ്പോൾ ആലയത്തിനകത്ത് വിളക്ക് പഴയ കാലത്തിനകത്ത് ആലയത്തിൽ കത്തിക്കുന്ന വിളക്കിനകത്ത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ടാ വിളക്ക് കത്തിക്കുന്നത്. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം?
ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ തെളിനീര് കൊണ്ട് വേണം വിളക്ക് കത്തിക്കാൻ. രാവും പകലും വിളക്ക് കെടാതെ ആലയത്തിനകത്ത് നിൽക്കണം. അത് പഴയ നിയമകാലത്തിൽ. പുതിയ നിയമകാലഘട്ടമായപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളായ പുതിയ നിയമസഭയാകുന്ന നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ മേലൊരു അധികാരവും ഒരഭിഷേകവും തന്നിട്ട് പ്രാർത്ഥനയും ആരാധനയുമാകുന്ന വിളക്ക് രാവും പകലും കെടാതെ നിന്റെ വീടിനകത്ത് രാവുകളെ പകലാക്കി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ദൈവം കൈമാറിയിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ആ അനോയിന്റിങ്ങിനെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിളക്ക് കത്തിക്കുവാൻ. പഴയ നിയമ കാലഘട്ടത്തിലെ വിളക്ക് ആലയത്തിനകത്ത് കത്തി നിന്നെങ്കിൽ മാത്രമേ ആലയത്തിൽ പ്രകാശമുള്ളൂ. പഴയ നിയമ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വന്നും പോയും ഇരുന്നു. പക്ഷെ പുതിയ നിയമ കാലഘട്ടമായപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെയാ കേട്ടോ. ഹല്ലേലൂയ, മഹത്വം നമ്മളാ ചുമക്കുന്നത്, കർത്താവിനെ ചുമക്കുന്നത് നമ്മളാ. വന്നും പോയി നിൽക്കുന്ന ഒരു അഭിഷേകമല്ല ദൈവത്തിന്റെ ജനമെ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 24 അവേഴ്സും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, അഭിഷേകം നഷ്ടപ്പെട്ട് വചനം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ദുർലഭമായിരിക്കുമ്പോൾ, ദർശനമില്ലാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആലയത്തിനകത്തേക്ക് തന്നെ പ്രാർത്ഥിക്കാൻ ചെല്ലുക. അവിടെ വിഷയം അവക്കൊരു തലമുറയിൽ ഒരുപാട് നിന്ദകളേക്കുക, ഒത്തിരി അപവാദങ്ങളേക്കുക. അവിടെ ഹസ്ബൻഡ് ഹല്ലേലൂയ 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 അവിടെ ഏറെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവിടെ ജീവിതത്തിൽ ഒരു സന്തോഷമാകുന്നില്ല. അവിടെ എപ്പോഴും കുത്തി നോവിക്കുന്നത് ഹല്ലേലൂയ പെനീനയുണ്ട്. പെനീനയുടെ അർത്ഥം ഹല്ലേലൂയ മുത്തെന്നാ, പക്ഷെ അവിടെ ജീവിത കുത്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ പേരിന്റെ അർത്ഥമൊന്നും അവിടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ പെനീന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മുത്ത്, പക്ഷെ അവിടെ ജീവിതം മുഴുവൻ കുത്താണ്. എപ്പോഴും തന്നെ എന്ത് ചെയ്തും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ രാവും പകലും ആലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴാണ് ആലയത്തിന്റെ ശൂന്യത അവൾ കണ്ടത്. ഹല്ലേലൂയ ദൈവത്തിന്റെ പെട്ടകം ഹല്ലേലൂയ ഫെലിസ്ത്യരാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആലയത്തിനകത്ത് ഹല്ലേലൂയ മഹത്വം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ അതിന് ഒരു പേരിട്ടിരിക്കുന്നത് ഈഹാബോദ്. ഈഹാബ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മഹത്വം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഹല്ലേലൂയ ഹന്ന വന്ന് ആലയത്തിൽ വന്ന് പറയുക, ദൈവത്തോടൊരു തീരുമാനമെടുത്തു, എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ആലയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ ഹല്ലേലൂയ ദൈവമേ എനിക്കൊരു പുരുഷ പ്രജയെ വേണം. അവൾക്ക് വാശിയായി. രാവും പകലും ആലയത്തിനകത്ത് പോയി കരയും, കണ്ണുനീരോടെ ഹല്ലേലൂയ. അവൾ ശബ്ദമെടുക്കാൻ കഴിയാതെ അവിടെ ഉള്ളുകൊണ്ട് ദൈവത്തോട് മഹത്വപ്പെടുത്തി കരയുമ്പോൾ പുരോഹിതന്മാർ വന്ന് ചോദിക്കും, ഹന്നേ നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ മദ്യയായിട്ടുണ്ടോ? നീ എന്താ പിറുപിറുക്കുന്നത്? അവൾ ഉള്ളിൽ പറയും, പുരോഹിതനെ ഞാൻ മത്ത് പിടിച്ചതല്ല, ഞാൻ മദ്യപിച്ചതല്ല. ഹല്ലേലൂയ ആലയത്തിന്റെ ശൂന്യത കണ്ടിട്ട് ഹല്ലേലൂയ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ തലമുറയെ കൊണ്ട് വരും കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ എന്റെ തലമുറയെ ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ അവിടുന്ന് വിട്ടുതരുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കാൻ കഴിയും? ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറ ജനിക്കുമ്പോഴേ അവരുടെ തീരുമാനം എന്താണെന്നറിയാവോ? എന്റെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കണം, എന്റെ കുഞ്ഞിനെ ഡോക്ടർ ആക്കണം. ഹല്ലേലൂയ ലോകത്തിൻ്റെതായ എല്ലാ ഹല്ലേലൂയ മേഖലകൾക്കകത്തേക്ക് തലമുറകളെ ഹല്ലേലൂയ മത്സരമായി ഇന്ന് രാത്രി നിങ്ങളൊന്ന് തിരിച്ചു വരണം. കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരിക്കുകയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, ദൈവം നമ്മളെ കൈമാറിയിരിക്കുന്ന അധികാരം നമ്മൾ നമ്മുടെ തലമുറകളിലേക്ക് അത് കൈമാറണം. തലമുറ ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തേ മതിയാകത്തുള്ളൂ. രാത്രി ആലയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹന്ന തീരുമാനിച്ചു, എനിക്കൊരു പുരുഷ പ്രജയെ ദൈവമേ നീ തന്നാൽ ആലയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ ഞാൻ ആലയത്തിനകത്ത് അവനെ നിവേദിക്കും. വിനയ് പാസ്റ്റർ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അപ്പ എനിക്കൊരു തലമുറയെ തന്നാൽ ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ അതിനെ മുഴുവനായി വിട്ടുതരുമെന്ന് ഇന്ന് രാത്രി ദൈവത്തോടെടുക്കുന്ന തീരുമാനം സ്വർഗം കേൾക്കുന്ന രാത്രിയെ കേട്ടോ.
ഇത്രയും അഭിഷക്തന്മാരുടെ നടുവിൽ ഹോളി സ്പിരിറ്റ് ഇറങ്ങി നിൽക്കുമ്പോൾ, അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോൾ, ദൈവത്തോടെടുക്കുന്ന തീരുമാനത്തിന്റെ മറുപടിയായി ഹല്ലേലൂയ ദൈവം ചില മറുപടികളെ ഇന്ന് രാത്രി ആത്മാവ് ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ആ തീരുമാനത്തിനകത്തേക്ക് കയറി വരാൻ കഴിയും? വരുന്ന കാലഘട്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന, നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ഒത്തിരി സഭകളുണ്ട്, ആരാധനകളുണ്ട്, വാഴ്ചിപ്പുണ്ട്. പക്ഷേ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. എവിടേക്കോ വേണ്ടി ഹല്ലേലൂയ, ഏതൊക്കെയോ മെറ്റീരിയൽസിന് വേണ്ടി, ഏതൊക്കെയോ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അഭിഷേകത്തെ മാറ്റിവിട്ടത് കൊണ്ട് ആലയത്തിനകത്തുനിന്ന് ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയി. കണ്ണു മങ്ങിപ്പോയി, ദർശനമില്ല, ദൈവമഹത്വം ഭവന ആലയത്തിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് രാത്രി നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ എത്ര പേര് റെഡിയാ? റെനി സിസ്റ്റർ, ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കാമോ? നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ എന്റെ തലമുറ വരും കാലഘട്ടങ്ങളിൽ അപ്പന്റെ പകരക്കാരാക്കി ഞാൻ എന്റെ തലമുറയെ അങ്ങയ്ക്ക് വേണ്ടി വിട്ടുതരുന്നു എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് ഒരു ഉടമ്പടി എടുക്കുന്നെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി അറിയാത്ത വഴികൾ, വാതിലുകൾ ദൈവം തുറക്കും കേട്ടോ. ഹല്ലേലൂയ, വിദ്യാസമ്പന്നരാക്കി ദൈവം അവരെ പുറത്തെടുക്കും. ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്ന നമ്മുടെ തലമുറകളെ ദൈവാത്മാവ് ശക്തമായി ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോടെടുത്ത ഉടമ്പടി എന്തെന്നറിയാവോ? ഹന്ന അത് നിവർത്തിച്ചു. അടുത്ത വർഷമായപ്പോൾ അവക്കൊരു തലമുറയെ ദൈവം കൊടുത്തു. മുലകുടി മാറിയപ്പോൾ ആലയത്തിനകത്തു കൊണ്ട് എറിഞ്ഞു കൊടുത്തു. എന്റെ ഭാഷ ഞാൻ പറയാം, കർത്താവിന്റെ കയ്യിലേക്ക്, ദൈവത്തിന്റെ കയ്യിലേക്ക് നിന്റെ തലമുറയെ ഒന്ന് എറിഞ്ഞു കൊടുക്കാമോ? ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നീ ഒന്ന് എറിഞ്ഞു കൊടുക്കൂ കുഞ്ഞുങ്ങളെ. വർഷങ്ങളായി തലമുറയില്ലാതെ കുഞ്ഞിന്റെ കളിയും ചിരിയും ഹല്ലേലൂയ സന്തോഷങ്ങൾ കണ്ട് ഹല്ലേലൂയ അവിടെ മനസ്സ് ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷം കൊണ്ട് തുള്ളിയിരിക്കുന്ന സമയത്ത് മുളകുടി മാറിയപ്പോൾ ആ കുഞ്ഞിനെ ആലയത്തിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ തലമുറ എന്ത് ചെയ്തെന്ന് അറിയാമോ? ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ദൈവത്തിന്റെ പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്നവന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഇന്ന് രാത്രി കർത്താവുമായിട്ട് ചേർന്നാണോ നീ കിടക്കുന്നത്? പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് പെട്ടകമായിരുന്നു. പുതിയ നിയമ കാലഘട്ടമായപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ വചനം ജഡമായി ഇറങ്ങി വന്ന ഹല്ലേലൂയ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ ഭൂമിയിലേക്ക് പരമയാഗമായി നമുക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടുവന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ പെട്ടകം. ആ പെട്ടകത്തെ ചുമക്കുവാൻ എത്ര പേർ റെഡിയാ? മോളിയാന്റെ ഇന്ന് രാത്രി റെഡിയാണോ? ആ പെട്ടകത്തെ ചുമക്കുവാൻ റെഡിയായാൽ ആന്റി ദൈവാത്മാവനോട് പറയാ, നിന്റെ പെൺ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ വഴികൾ ദൈവം തുറക്കാൻ പോകും കേട്ടോ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, സാമ്പത്തിക മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ചില ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ സിസ്റ്ററെ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഈ ദൂത് പറയുമ്പോ ദൈവാത്മാവനെ കാണിക്കൂ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് മെഡിക്കൽ ഫീൽഡിൽ ഹല്ലേലൂയ ഡോക്ടറി പദവിയോടെ നിന്റെ തലമുറ ദൈവം പുറത്തെടുക്കാൻ പോകുക. രാത്രി വിശ്വസിക്കുന്നു? സാഹചര്യം നോക്കിയാൽ നിന്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി പെട്ടകം ചുമക്കാം നീ ഒന്ന് തീരുമാനിച്ചാൽ നിന്റെ തലമുറയുടെ ചരിത്രത്തെ ദൈവം മാറ്റും. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ക്രൂശ് ചുമന്ന വയലിൽ നിന്ന് കയറി വന്ന കുറിയനക്കാരനായ ശീമോന്റെ ക്രൂശ് നിർബന്ധ പ്രകാരം പടയാളികൾ നിർബന്ധിച്ച് അവനെ വലിച്ചിരച്ചുകൊണ്ട് ക്രൂശ് അങ്ങോട്ട് നിർബന്ധിച്ചു കൊടുത്തു. നിർബന്ധ പ്രകാരം ക്രൂശ് ചുമന്നപ്പോൾ ക്രൂശിനകത്ത് പെരണ്ട കർത്താവിന്റെ രക്തത്തിന്റെ കറകൾ ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തിനകത്ത് പുരണ്ട്. ആ വസ്ത്രവുമായി അവന്റെ വീടിനകത്ത് ചെന്നപ്പോൾ ദൈവം അവന്റെ ചരിത്രത്തെ മാറ്റി കേട്ടോ. ഹല്ലേലൂയ ദൈവവചനം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയനക്കാരനായ ശീമോന്റെ 2 തലമുറകൾ. ഹല്ലേലൂയ ഒരാള് ഗവർണറാക്കി ദൈവം എടുത്തു,
ഒരാൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷക്തനാക്കി. നിർബന്ധ പ്രകാരം, പടയാളികളുടെ നിർബന്ധ പ്രകാരം 1-2 മിനിറ്റുകൾ മാത്രം ക്രൂശ് ചുമന്ന ഒരു കുറിയനക്കാരന ശീമോനെ ഇത്തരം ദൈവത്തിന് അവന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ മനഃപൂർവമായി ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന എന്നെ നിന്നെയും എന്നെ അപ്പൻ അനുഗ്രഹിക്കാതെ വിടുമോ? നിന്നെ നിന്റെ തലമുറയും അനുഗ്രഹിക്കാതെ വിടുമോ? ഇന്ന് രാത്രി ആരാണ് നിന്നോട് പറഞ്ഞത് നിന്റെ തലമുറ അനുഗ്രഹിക്കത്തില്ലെന്ന്, നിനക്ക് വഴികൾ തുറക്കത്തില്ലെന്ന്? ഇന്ന് രാത്രി ഏത് പൈശാച മേഖലകളാ നിന്നെ നോക്കി പറഞ്ഞത്? ഇന്ന് രാത്രി പിശാചോട് പറ, പിശാചേ, എന്റെ മേലോ എന്റെ തലമുറയുടെ മേലോ നിനക്ക് അധികാരമില്ല. ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ എന്റെ തലമുറകളെ ദൈവത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണാൻ പോകുക. ദൈവരാജ്യത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്ത പെട്ടകത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഇന്നും നാളെയും നമുക്ക് തീരത്തിൽ അത്ര വലിയൊരു മെസ്സേജ്. പെട്ടകം തന്നെ, പെട്ടകത്തിന്റെ പ്രത്യേകതകൾ, സമാഗമന കൂടാരത്തിനകത്ത് വെച്ചിരിക്കുന്ന പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ദൈവവചനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. സാക്ഷ്യ കൂടാരത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, ഹല്ലേലൂയ, അതിനകത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം കൊണ്ടുവച്ചപ്പോൾ, ഹല്ലേലൂയ, പെട്ടകത്തിനകത്ത് കൊണ്ടുവച്ച മത്സരികളുടെ വടി, ഹല്ലേലൂയ, ഗോത്രസംഖ്യക്കുള്ള 12 ഗോത്രസംഖ്യക്കുള്ള വെട്ടിയെടുത്ത് വെച്ച വടിക്കകത്തുനിന്ന് ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളർത്തു പൂത്ത് ഫലം കായ്ച്ചത്. ഹല്ലേലൂയ. പിന്നെ മന്നയിട്ട പൊൻപാത്രം. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ പ്രത്യേകത, ആ പെട്ടകമാണ് നമ്മൾ ചുമക്കുന്നത്, ആ പെട്ടകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് തേൻ കൂട്ടിയ ദോശ പോലെയാണ്. മന്ന എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മത്സരിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്തത് എന്താണെന്നറിയാമോ? തേൻ കൂട്ടിയ ദോശ പോലെ മധുരമുള്ള മന്ന, മല്ലന്മാരുടെ ആഹാരം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി പിറുപിറുത്ത ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുത്തത്. അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, കടലിന്റെ അടിത്തട്ടി കിടന്ന ലിബിയാഥാന്റെ തലയെ തകർത്ത് അത് മാംസ കഷ്ണമാക്കി ഓരോ കൂടാരത്തിന്റെ മുകളിൽ ചിറക് പിടിപ്പിച്ച് പറന്നിറക്കിയ ദൈവത്തിന്റെ ആ മഹത്വമാണ് ഇന്ന് രാത്രി ഞാൻ പറയാം. മത്സരിച്ച് കിടന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി മല്ലന്മാർ കഴിക്കുന്ന ഹല്ലേലൂയ മന്നയും, ഹല്ലേലൂയ, കടലിന്റെ അടിത്തട്ടി കിടന്ന ലിബിയാഥാന്റെ തലയെ തകർത്ത് അത് മാംസ കഷ്ണമാക്കി ചിറക് പിടിപ്പിച്ച് കൂടാര മുകളിൽ പറപ്പിച്ചിറക്കിയ അത്രയും ഭക്ഷണം ഇസ്രായേൽ ജന പിറുപറിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ, രാപ്പകൽ അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന, രാപ്പകൽ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന അവന്റെ സന്തതിക്ക് വേണ്ടി, അവന്റെ തലമുറകൾക്ക് വേണ്ടി അവൻ എത്ര ശ്രേഷ്ഠകരമായി അവൻ കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനോട് ചോദിക്കുന്ന കാര്യമാണ്, രാപ്പകൽ നിനക്ക് വേണ്ടി ഞാൻ ഓടുക, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാ? അപ്പന്റെ കാര്യം ഞാൻ നോക്കാം, പക്ഷേ എന്റെ തലമുറയുടെ കാര്യം നീ നോക്കണം. ഹല്ലേലൂയ. അത്രയ്ക്ക് ദൈവത്തിന്റെ മുമ്പാകെ പറയാൻ നമുക്ക് കോൺഫിഡൻസ് വേണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വേണം നിൽക്കാൻ. 2015 എന്റെ ഹസ്ബൻഡ് വീടിനകത്തുനിന്ന് ഇറങ്ങിപ്പോയി. പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ എനിക്ക് വേണ്ട. 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച്, ഇച്ചിരിയുള്ള 2 കുഞ്ഞുങ്ങൾ, 3നും 2നും പഠിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വാവിട്ട് കരഞ്ഞു. അതിന്റെ തലേരാത്രി ദൈവാത്മാവനോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ കേരളത്തിൽ ഞാൻ അടയ്ക്കും, സാരാപാത്ത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞു. അന്ന് ദൈവം എനിക്ക് വേണ്ടി തുറന്നതാ സാരാപാത്ത്, കേട്ടോ. ആ സമയത്ത് ഹല്ലേലൂയ ജലപ്രളയം ഉണ്ടായി. അത് കഴിഞ്ഞ് കൊറോണ ഉണ്ടായി. മീറ്റിങ്ങൾ അടഞ്ഞു, ആലയങ്ങൾ അടഞ്ഞു, മീറ്റിങ്ങില് വീടിനകത്തിരിക്കുക. ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കേരളത്തിൽ ഞാൻ അടയ്ക്കും, സാരാപാത്ത് ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരിക എനിക്ക് 2019 കൊറോണ സമയത്ത് അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ. അതും ഒരു വിധവയായ അമ്മച്ചി, 4 മക്കളുണ്ട്. അതാ പറഞ്ഞ കേരിത്ത് ഏലിയാവിന് വേണ്ടി തുറന്ന കർത്താവ്. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞെന്താണെന്നറിയാവോ? നീ വീട് കയറി തെണ്ടും മക്കളുമായി, ഹല്ലേലൂയ, നീ ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി നീ വീട് തെണ്ടേണ്ട അവസ്ഥ നിനക്ക് വരും. അതുകൊണ്ട് എന്തെന്നറിയാവോ? ഈ ബൈബിളും കത്തിച്ചു കളഞ്ഞിട്ട്, യേശുവിനെ തള്ളി പറഞ്ഞിട്ട് നീ എന്റെ കൂടെ നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം തരാം. വീടിനകത്ത് വിളക്കും വെച്ച ആരാധനകളും 33 കോടി ദൈവങ്ങളുടെ ഫോട്ടോ ഇരിക്കുക. ഹല്ലേലൂയ. രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കണം.
അതിന് ഉപദ്രവിച്ചു. ഹല്ലേലൂയ. മൂക്കിന്റെ പാലം അടിച്ചൊടിച്ചു. ഹല്ലേലൂയ. മുറുക്കി രണ്ട് കവൾ മുഖമടച്ചു തുപ്പി 1.5 മണിക്കൂർ ഇരുത്തി. ശരീരം മുഴുവൻ അടിച്ചു. ഹല്ലേലൂയ. താക്കോല് കൂട്ടി മുഖത്തടിച്ചു. ഇവിടുത്തെ ഒരു പല്ല് അടന്നുപോയി, ഇവിടെ മുറിഞ്ഞു. ഹല്ലേലൂയ. 4 സ്റ്റിച്ച്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ കൊണ്ടത് കേട്ടോ, വേറെ ഒന്നിനുമല്ല. യേശുപ്പായ്ക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചത്. അതുകൊണ്ട് ഇന്ന് കോൺഫിഡൻസോടെ പ്രാഗൽഭ്യത്തോടെ ഓരോ മീറ്റിംഗിൽ കയറി ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷിക്കുവാൻ, തന്റെ കർത്താവിനെ ഉയർത്തുവാൻ ഒരു മടിയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ആര് വിളിച്ചാലും പ്രതിഫലം ഒന്നും നോക്കിയല്ല കേട്ടോ. എന്റെ കുഞ്ഞുങ്ങളെ എന്നെ പോറ്റുന്നത് എന്റെ കർത്താവാ. നാളെ എന്നുള്ളത് എനിക്കുള്ളതല്ല, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് ഞങ്ങളുടെ അപ്പനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പോടെ പറയുന്നത്. ഞാൻ ഇന്ന് പറയാം, ഒരപ്പൻ ഇല്ലാത്ത മക്കളെ പോലെ അല്ല എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നുമില്ല, ശൂന്യതയാ. ഒരു നേരത്തെ ആഹാരമില്ല. അല്ലെങ്കിൽ നാളെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തീർന്നു, ഒരാഴ്ച കൊണ്ട്. ലാസ്റ്റിൽ ഉപ്പുപൊടി മാത്രമുണ്ട്, മുളകില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് 4 മണിക്ക് വരുമ്പോ അവർക്ക് കൊടുക്കാൻ ആഹാരമില്ല. അനുഭവത്തിനകത്തെന്നാ പറഞ്ഞ കേട്ടോ, കെട്ടുകഥ പറയല്ല, ആരുടെ കടമെടുത്ത് പറയല്ല. എന്റെ ജീവിതത്തിനകത്തെ മഹിമ കണ്ട സാക്ഷിയാ. അനുഭവത്തിനകത്ത് നിന്നാ പറയുന്നത്. ഒരു അംഗൻവാടി ഉണ്ട്, അവിടെ ചെന്ന് 4 മണിയാകുമ്പോൾ ഉപ്പുമാവ് മേടിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുറെ ദിവസം കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു ഉപ്പുമാവ് ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഉപ്പുപൊടി മാത്രമുണ്ട്. അടുത്ത വീട്ടിൽ ചെന്ന് പച്ച കുരുമുളകൾ പറിച്ചുകൊണ്ട് വന്നു. ആ ഉപ്പുപൊടിയുമായി അരച്ചെന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചോറ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയായി, മുളക് കൂട്ടി. എന്നോട് പറഞ്ഞു, അമ്മ എന്തെങ്കിലും കറി ഞങ്ങൾക്ക് ചോറ് കൊണ്ടാൻ. ഹല്ലേലൂയ. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം തുറന്ന കേരി തടഞ്ഞാലും ഒരു സാരാപാത്ത് കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തന്നു. ഈ ഹല്ലേലൂയ. കേരിത്തിലിരുന്ന ഏലിയാവിന് വേണ്ടി കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം. എന്റെ ആവശ്യങ്ങൾ എന്താണ് ആവശ്യം, അതിനു മുമ്പ് 2 മിനിറ്റ് മുമ്പ് ഞാൻ മുട്ടുമടക്കും. എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കരയും. ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന റൂമിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ എന്റെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ലിറ്ററലി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എന്റെ വീട്ടിൽ ആഹാരമില്ല, ഒന്നുമില്ല. അടുത്തൊരു പ്രാർത്ഥനയാണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഫാസ്റ്റിംഗ് പ്രയറാ. കുറെ ദിവസങ്ങളായി കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല, വീട്ടിലൊന്നുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥന ഞങ്ങൾ കയറി വരുമ്പോൾ എന്റെ വീടിന്റെ സ്റ്റെപ്പിൽ ഒരു പൊതിക്കെട്ടിരിക്കുന്നു. ഞാൻ വേഗത്തിലെ പൊതിക്കെട്ട് എടുത്തു തുറന്നു നോക്കിയപ്പോൾ ഒരു 1.5 കിലോയോളം കാണും ബീഫ് ഫ്രൈ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ 45 കുടുംബമുണ്ട്, 44 ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ മാത്രമാണ് വിശ്വാസത്തിൽ അവിടെ നിൽക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അതെടുത്തു. ഞാൻ പറയാം, മോനെ കഴിക്കരുത്, എവിടെ നിന്നൊന്നും അറിയത്തില്ല, ഇനി നമ്മളെ ദ്രോഹിക്കാൻ കൊണ്ടുവച്ച് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അതെടുത്ത് ഞങ്ങൾ അടുത്ത് അവിടെ വാങ്ങിച്ചു വെച്ചു. ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൽ അടുത്തുള്ള ഒരു മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റിയുടെ വീട്ടിൽ ഞാൻ വന്നായിരുന്നു. വന്നപ്പോൾ അവിടെ ആന്റിയെ കണ്ടില്ല. അവിടെ സ്റ്റെപ്പിൽ അവിടെ ഒരു കല്യാണം നടന്നു. അവിടെ ഒത്തിരി സാധനങ്ങൾ അധികം വന്നപ്പോൾ അല്ലെങ്കിൽ ആന്റിക്ക് വേണ്ടി കുറച്ച് സാധനം കൊണ്ടുതരാൻ ദൈവാത്മാവ് എന്നെ അങ്ങ് പ്രേരിപ്പിച്ചു. ഒരാഴ്ച കഴിക്കാനുള്ള ബീഫ് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. കാക്കയ്ക്ക് അതും ഏലിയാവിന് കൊടുത്തത് ഒരു സാധാരണ കുടിലിനകത്തുനിന്നല്ല, ആഹാബിന്റെ കൊട്ടാരത്തിനകത്തുനിന്നാ. റോയൽ ഫുഡാ ഏലിയാവിന് കൊടുത്തത്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടതാ ഞാൻ. എന്താണെന്നറിയാവോ? ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം വേണ്ടാന്ന് വെച്ച് കർത്താവിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എല്ലാം വേണ്ടാന്ന് വെച്ച് നിൽക്കുക. അതുകൊണ്ട് അപ്പനോട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, അപ്പന്റെ വേല ഞാൻ ചെയ്തോളാം, പക്ഷെ എന്റെ തലമുറയുടെ കാര്യം അപ്പൻ നോക്കിക്കോണം. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യത്തിനകത്തൂടാണ് ഇവിടെ വരെ കർത്താവ് എത്തിച്ചത്. ഇന്നും കർത്താവ് എന്നെ നടത്തുക കേട്ടോ. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തോടെടുത്ത തീരുമാനം എന്ത് ചെയ്തെന്നറിയാവോ? ഹല്ലേലൂയ. ഹന്ന ആലയത്തിനകത്തേക്ക് തലമുറയെ എറിഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. പെട്ടകത്തോട് ചേർന്ന് കിടന്നു. പെട്ടകത്തോട് ചേർന്ന് കിടന്ന ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റ് ഏലി പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചില്ല. ഇനിയും ശബ്ദം കേട്ടാൽ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാന്ന് പറയുവാനിടയായി. ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യാൻ ദൈവമേൽപ്പിച്ച ഏലി പുരോഹിതനെ കണ്ണു മങ്ങിപ്പോയപ്പോൾ, ദർശനം തീരെയില്ലാതെ വചനം ദുർലഭമായിരിക്കുമ്പോൾ അതാ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയുടെ തലമുറ ആലയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ രാവും പകലും ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ട് ആലയത്തിനകത്ത് വിളക്ക് കത്തിച്ച് ആലയത്തെ പ്രകാശമാക്കുവാൻ ഒരു തലമുറയെ ദൈവം ഹല്ലേലൂയ തിരഞ്ഞെടുത്ത ശമൂവേൽ. ഹല്ലേലൂയ.
ആ ശമൂവേല് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കണ്ണു മങ്ങിപ്പോയ, ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്തു വന്ന അഭിഷക്തന്റെ തലമുറകളെ പറ്റി ദൂത് പറയുവാൻ പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ കൊണ്ട് ദൈവം തമ്പുരാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ മീറ്റിംഗിനകത്തിരിക്കുന്ന ഗ്രേസി ആന്റി ഒരുപാട് ക്രൈസിസിനകത്തൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത് ദൈവാത്മാവനോട് പറയാ കേട്ടോ. കാലഘട്ടത്തിനകത്ത് പരിശുദ്ധാത്മാവ് തലമുറയെ ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന്റെ ഹല്ലേലൂയ ഗ്രേസിനകത്തേക്ക് തലമുറകളെ ദൈവം നിർത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ആന്റി വിശ്വസിച്ചോ? ഈ കർമ്മേൽ പ്രയറിനകത്ത് കർമ്മേലിൽ ഇറങ്ങിയ തീ ഈ മിനിസ്ട്രിക്കകത്ത് ദൈവം ഇറക്കാൻ പോവുകയാണ്. ഇത് സാധാരണമായ ഒരു മീറ്റിംഗ് അല്ല. കർമ്മേൽ പ്രയർ എന്ന് പറഞ്ഞാൽ ഏലിയാവ് പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കർമ്മേലിലേക്ക് കയറി ചെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ കർമ്മേലിൽ തീ ഇറങ്ങി. ഏലിയാവിന്റെ യാഗപീഠത്തിനകത്ത് തീ ഇറങ്ങിയതുപോലെ ആന്റി ഈ ദിവസങ്ങളിൽ തീയുടെ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഈ മീറ്റിംഗിനകത്ത് ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നതിന്റെ തലമുറ, കരയുന്നവരുടെ തലമുറ, ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തലമുറകളെ എറിഞ്ഞുകൊടുത്ത ഹന്നയുടെ തലമുറ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവശബ്ദം കേട്ടെന്ന് മാത്രമല്ല, ദാൻ മുതൽ ബേർശേബ വരെ പ്രവാചകനായി അഭിഷക്തനായി രാജാവാക്കി എന്റെ ദൈവ ശമൂവേലിനെ പുറത്തെടുത്തതുപോലെ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ തലമുറകളെ ദൈവാത്മാവ് അഭിഷേകത്തിനകത്ത് ചിലരെ വേർതിരിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുവാൻ ഫെലിസ്ത്യർ പെട്ടകം പിടിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഏലി പുരോഹിതന്റെ മകൻ ഒത്നേന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടെന്ന് അവൾ കേട്ടപ്പോൾ അവൾ മറിഞ്ഞു വീണു. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞിന് ഒരു പേരിട്ട് ഈഹാബോദ്. ഈഹാബോദിന്റെ അർത്ഥം ദൈവമഹത്വം പോയി, ദൈവമഹത്വം നഷ്ടപ്പെട്ട് ആ പേരിട്ടിട്ട് അവൾ പുറകോട്ട് വീണ് മരിച്ചെന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. എടാ, ദൈവവചനം എന്ന് പറഞ്ഞാൽ പെട്ടകം പിടിക്കപ്പെട്ടെന്ന് ഹല്ലേലൂയ വേദന ഉണ്ടായി. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ഈഹാബോദ് എന്ന് പേരിട്ടിട്ട് ഒരു തലമുറ പുറകോട്ട് വീണ് മരിച്ചെങ്കിൽ അതാ അടുത്തൊരു തലമുറ എഴുന്നേൽക്കുക. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ആലയത്തിൽ പോയി രാവും പകലും പുരോഹിതന്മാരുടെ നിന്നയും വാക്കുകളും കുത്തുകളും കേട്ട് ഹല്ലേലൂയ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഒന്ന് തിരിഞ്ഞു വരാൻ കഴിയുമോ? കുറെ പ്രവചനം കേട്ട് ഹല്ലേലൂയ പ്രവചനത്തിന്റെ പുറകെ പോകാതെ പ്രാർത്ഥനയ്ക്കകത്ത് കയറ്. നിന്റെ പ്രാർത്ഥന മുറിയിൽ തീയിറങ്ങും. നിന്റെ പ്രാർത്ഥന മുറിയിൽ ദൂതന്മാരുടെ വിസിറ്റേഷൻ നടക്കും. കർത്താവിന്റെ വിസിറ്റേഷൻ നടക്കും. ഏഞ്ചൽ മിനിസ്ട്രി നിന്റെ മേൽ ദൈവം തുറന്നു തരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവെ, നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. എന്റെ കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വം എന്റെ തലമുറയുടെ മേൽ, എന്റെ ആലയത്തിനകത്ത്, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആലയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം. ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരാമോ? ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയാ കേട്ടോ. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്നൊക്കെ പ്രവചിക്കാൻ അറിയാം. പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ചതാ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. ഹല്ലേലൂയ. കേവലം ഒരു പ്രവചനം കൊണ്ട് മാത്രം നിൽക്കാനല്ല, ദൈവരാജ്യത്തിന്റെ കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ വരവിങ്കൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാ ദൈവം ഓരോ സൂം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിയിരിക്കുന്നത് കൊറോണ സമയം മുതൽ. പക്ഷെ പാസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നത്തെ കൊറോണ സമയത്ത് അന്നൊക്കെ ജനം ഭയത്തോടെയാണ് ആരാധനയ്ക്കകത്തും വീടിനകത്തിരുന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കയറിയത്. ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ പെർഫോമൻസ് നടക്കുകയാണ്. മത്സര ബിസിനസ്സായി മാറിയിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് പൊളിക്കണം കേട്ടോ. ഇന്ന് രാത്രി അത് പൊട്ടിക്കണം. നമ്മുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നിത്യതയാ കേട്ടോ. നഷ്ടപ്പെട്ടു പോകല്ലേ. ഈ ലോകത്തിൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, ഈ ലോകത്തിലെ എന്തെല്ലാം നേടിയാലും നിത്യത നഷ്ടപ്പെട്ടു പോയാൽ. ഇന്നൊരു മീറ്റിങ്ങിന് പോയപ്പോ ഞാൻ ആന്റിയോട് പറയാം, ആന്റി, കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ, ഓടിയതും അധ്വാനിച്ചതും നാളുകളായി നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ ജാതിക മണ്ഡലങ്ങൾ നോക്കി നിൽക്കുക. രാവിലെ വൈകിട്ടും സാരി ഉടുത്ത് പ്രാർത്ഥനയ്ക്ക് ഓടുക.
കർത്താവിന്റെ വരവിങ്കിൽ നീ കൈവിടപ്പെട്ടു പോയാൽ ഹാലലി അവരുടെ മുമ്പിൽ ഹാലലിയ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. ഹാലലൂയ. അതുകൊണ്ട് അവന്റെ കർത്താവിന്റെ വരവിങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകല്. നമ്മുടെ വായ്ത്തത്വം നിത്യതയാ കേട്ടോ. നമ്മളോട് ഒത്തിരി വായ്ത്തത്വങ്ങൾ പറയുന്നുണ്ട്. വീട് തരാം, കാറ് തരാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ പാസ്റ്ററോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗൾഫിൽ വിടാം, 7 ദിവസത്തിനുള്ളിൽ നിനക്ക് വിസ വരാം. പൊളിയ ഇങ്ങനത്തെ കള്ളപ്രവചനത്തിന് മുമ്പിൽ പോവരുതേ. നമ്മുടെ ആത്മജീവിതം നഷ്ടപ്പെട്ടു പോകും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് നമ്മളെ അകറ്റിക്കളയും. നീ തിരിച്ചറിയണം പ്രവചനത്തിന്റെ ശബ്ദങ്ങൾ, വാക്കുകൾ നീ തിരിച്ചറിയണം. എനിക്കറിയാം ഈ കാലഘട്ടത്തിൽ ദൈവ അഭിഷേകത്തിനെ ശക്തമായി ഉപയോഗിച്ചിരിക്കുക, കീറിക്കൊണ്ടിരിക്കുക ഓരോരുത്തരെ. എനിക്കതാ ബസ ഇഷ്ടം. കീറി അവരെ മുറിച്ച് അവരെ ഞെക്കി പിഴിഞ്ഞ് അവരുടെ പഴുപ്പൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് വെച്ച് കെട്ടി അങ്ങോട്ട് വിടും. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കട്ടെ. വ്രണങ്ങൾ ഇരിക്കുമ്പോഴും സോപ്പിട്ട് കുറച്ച് ഫെയറാലവനെയും തേച്ച് ഷാമ്പു വിട്ട് ഹാലലിയ നിന്നെ ഞാൻ വാലല്ല തലയാക്കും. അവർ പാപം ചെയ്ത് പെരുകിക്കൊണ്ടിരിക്കുക. ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് അകന്നുകൊണ്ടിരിക്കുമ്പോഴും പ്രവാചകൻ കയറി പറയാ, ഞാൻ നിന്നെ അമേരിക്ക വിടും, ഞാൻ നിന്നെ UK വിടും. നീ ചെയ്ത പാപം എന്താ വെളിപ്പെടുത്താത്തെ? ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരണം ദൈവസഭ. ഈ കാലഘട്ടത്തിൽ ദൈവസഭ മടങ്ങി വരണം. ദൈവരാജ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിപ്പോ കയറുന്ന എല്ലാ സൂം പ്ലാറ്റ്ഫോമിലും ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിളിച്ചു പറയാം. നാളെ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ട. നിങ്ങൾ ആരും എന്റെ റേഷൻ കടയിൽ എന്റെ പേര് വെട്ടത്തില്ല. റേഷൻ അരിയുണ്ട്, അത് മതി എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ പറയും. മുഖം നോക്കത്തില്ല. എനിക്ക് മുഖം നോക്കി ഒരു പ്രവചനത്തിന്റെ എനിക്കൊന്നും വേണ്ട. കർത്താവിന്റെ അടി എനിക്ക് കിട്ടും, എന്റെ തലമുറയ്ക്ക് കിട്ടും. അറിയാവോ? ദൈവഹിതമില്ലാത്ത വാക്കുകൾ, ദൈവജനത്തിന് വിരോധമായി ഹാലലിയ തെറ്റിനും പാപത്തിലേക്കും പോകുന്ന ജനത്തെ നേർവഴിക്ക് കൊണ്ടുവരാതെ കള്ളപ്രവചനം പറഞ്ഞ് ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്ന് അവരെ അകറ്റിക്കൊണ്ടുപോയാലുണ്ടല്ലോ, എന്റെ തലമുറയുടെ മേൽ ശാപം വന്ന് വീഴും. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട. എന്റെ കർത്താവിനെ ഉയർത്തണം. നിത്യതയെ പറ്റി പഠിപ്പിക്കണം. കർത്താവ് കഴിഞ്ഞ ഫെബ്രുവരി മാസം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വാക്കുമാണ്, ദൈവരാജ്യത്തെ പറ്റി നീ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി ഹല്ലേലൂയ നീ പഠിപ്പിക്കണം. കർത്താവിനോട് പറഞ്ഞതാ. എന്നോട് ലിറ്ററലി ദൈവ ശബ്ദം ഞാൻ കേട്ടതാ. 1-2 ലോകം അറിയപ്പെടുന്ന ഇപ്പോഴത്തെ പ്രവാചകന്മാരുടെ പേര് എന്നോട് കർത്താവ് എന്ന് പറഞ്ഞിട്ട് പറയാ, ഇപ്പൊ കുറെ പ്രവാചകന്മാർ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഇങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞേ. ഞാൻ ബോധമില്ലാതെ ICUക്കകത്ത് കിടക്കുക. എനിക്ക് 3 ഒടിവുണ്ടായി. സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വന്ന് പറയുക, ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ പുറകെ കുറെ ജനങ്ങൾ ഓടുക. പക്ഷെ യഥാർത്ഥ പ്രവാചകൻ ഞാനാണോ ഇല്ലയോ എന്ന് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് എന്നോട് ഒരു ചോദ്യം. ഞാൻ ആ കിടക്കെ കിടന്ന് അപ്പനോട് പറഞ്ഞ, അപ്പാ എനിക്കറിയാം എന്റെ പ്രവാചകൻ അപ്പനാണ്. ഈ 66 പുസ്തകത്തിനകത്തില്ലാത്ത പ്രവചനം എന്തെങ്കിലും ആന്റി ഈ സൂമിനകത്ത് വന്നാൽ അന്നേരം ഇറക്കി വിട്ടേക്കണം കേട്ടോ. ഒറ്റ ഒന്നത്തിനെ കയറ്റിയൊക്കെയുണ്ട്. എന്നോട് ഡേറ്റും ദിവസവും പറഞ്ഞ് പ്രവചനം പറഞ്ഞതൊക്കെ ഇരിപ്പുണ്ട്. ഒന്നും നടന്നില്ല. ഹല്ലേലൂയ. പ്രവചനത്തെ കുറ്റം പറയല്ല, ഞാനും പ്രവചിക്കുന്ന ആളാ. ദൈവം തന്ന ഒരു അധികാരമാണ്. ദൈവം തന്ന ഹല്ലേലൂയ ഒരു ഗിഫ്റ്റാ. എത്ര പാപം ചെയ്താലും ആ ഗിഫ്റ്റ് പോകത്തില്ല അല്ലേ പാസ്റ്ററെ? ഞാനിപ്പോ പാസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. പാസ്റ്ററുമായിട്ട് പിണങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ ഗിഫ്റ്റ് തിരിച്ചു മേടിക്കത്തില്ല. അത് ദൈവം തരുന്ന ഗിഫ്റ്റാ. നീ എത്ര പാപം ചെയ്താലും നിനക്ക് ദൈവം തന്ന ഗിഫ്റ്റ് പോകത്തില്ല. പക്ഷേ നിനക്ക് നിത്യത കിട്ടത്തില്ല കേട്ടോ. ഇന്ന് രാത്രി നമ്മൾ മടങ്ങി വരണം. നമ്മുടെ തലമുറകൾ മടങ്ങി വരണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കാലഘട്ടങ്ങളെ തിരിച്ചു പിടിക്കാം. നഷ്ടപ്പെട്ടു പോയ ആണ്ടുകളെ, നഷ്ടപ്പെട്ടു പോയ വർഷത്തെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ, നഷ്ടപ്പെട്ടു പോയ ദൈവിക മഹത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഹന്നെ പോലൊന്ന് തീരുമാനിക്കാൻ കഴിയുമോ? തന്നെക്ക് ആകപ്പാട് അവിടെ ജീവിതത്തിനകത്തുള്ളത് അവള് കാത്തിരുന്ന് കിട്ടിയ ഒരു തലമുറയാണ്. നമ്മളാണ് വിട്ടുകൊടുക്കുമോ? ആ കുഞ്ഞിനെയാണ് മുലകുടി മാറിയപ്പോൾ, ആലയത്തിന്റെ ശൂന്യത കണ്ടപ്പോൾ, ഹല്ലേലൂയ വിളക്ക് കത്തിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ ഏലിപുരോഹിതൻ തപ്പിത്തടഞ്ഞ് നടക്കുക. വിളക്ക് എവിടെ ഇരിക്കുന്നത് പോലും കൃത്യമില്ല, എണ്ണയില്ല. പക്ഷെ അവൾ എറിഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യുന്നറിയ ശമൂവേൽ? രാവും പകലും ഇടിച്ചെടുത്ത് ഒലിവെണ്ണ കൊണ്ട്
ഹല്ലേലൂയ. ഇടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ഹൃദയം നുറുങ്ങി. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് വരുന്ന അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് കൊണ്ട്, നിന്റെ കണ്ണുനീര് കൊണ്ട് ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ ദേഹം, ദേഹി, ആത്മാ സമസ്തം കർത്താവിന് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി ഒരു മെഴുകുതിരി നാളം പോലെ എരിഞ്ഞു ശോഭിക്കാൻ കഴിയുമോ? എന്നാ നിന്റെ ക്രിസ്തീയ ജീവിതം സക്സസ് ആയി കേട്ടോ. സുശീല ആന്റി, ഹല്ലേലൂയ. സുലോചന ആന്റി, കർത്താവിന് വേണ്ടി ഒന്ന് എരിഞ്ഞടങ്ങാൻ. ക്ഷേത്രങ്ങളൊക്കെ പോയി കണ്ടിട്ടില്ല? വിളക്ക് കത്തി കത്തി തീരുന്തോറും അവിടുത്തെ ഹല്ലേലൂയ അവിടുത്തെ പോറ്റിമാർ വന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകം നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അനോയിന്റിങ്, ആ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥന കൊണ്ട് ഹൃദയം കീറി മുറിച്ച് ആ ഒലിവെണ്ണ കൊണ്ട് ഇടിച്ചെടുത്ത് അതിനകത്തിരിക്കുന്ന ഒരു സീഡുണ്ട്, ഒരു പരിപ്പ്, അത് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിന്റെ തെളിനീര് കൊണ്ടാണ് ആലയത്തിനകത്തെ വിളക്ക് കത്തിക്കുന്നത്. ഹന്ന ആലയത്തിനകത്തേക്ക് തലമുറ കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. ഈഹാബോധ് നഷ്ടപ്പെട്ട് മഹത്വം പോയിപ്പോയി. പെട്ടകം ഫെലിസ്ത്യരാൽ പിടിക്കപ്പെട്ടു. അവിടെ വേദന കണ്ടു. ദൈവം ഒരു പുരുഷ പ്രജയെ കൊടുത്തപ്പോൾ ആലയത്തിനകത്ത് മാത്രമല്ല ദൈവം അവനെ നിർത്തിയത്, ദാൻ മുതൽ ബേർശേബ വരെ പ്രവാചകനായി, രാജ്യങ്ങളുടെ പ്രവാചകനായി, രാജ്യങ്ങളുടെ അഭിഷക്തനാക്കി, ഹല്ലേലൂയ, രാജാവാക്കി. റോയൽ മിനിസ്ട്രിക്കകത്ത് രാജകീയമായ അഭിഷേകത്തിനകത്ത് ശമൂവേലിനെ നിർത്തി. ഇതിനകത്തിരിക്കുന്ന തുളസി ആന്റിയോടൊക്കെ ഞാൻ പറയാം, ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. തലമുറകളെ ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തോണം കേട്ടോ. എന്റെ കുഞ്ഞിന് ജോലിയില്ല, വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞും കുവിയിരിക്കല്ലേ. ഹല്ലേലൂയ. മറിയെ പോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നല്ല അംശം തെരഞ്ഞെടുത്തോണം. മാർത്തയെ പോലെ പലതും ചൊല്ലി വിചാരപ്പെട്ടിരിക്കരുത്. ഈ നാളുകളിൽ ദൈവം തന്ന തലമുറകളെ ദൈവരാജ്യത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവേ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം, ആലയത്തിന്റെ ശൂന്യതകളെ എനിക്കൊന്ന് നികത്തണം, ഹല്ലേലൂയ, ഞങ്ങളുടെ ചുറ്റുപാടുള്ള ദൈവത്തിന്റെ മഹത്വത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തണം, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്റെ തലമുറകളിൽ കൂടി എനിക്കത് ചെയ്തു തീർക്കണം. ഇന്ന് രാത്രി ആ മഹത്വം ചുമക്കുവാൻ തയ്യാറായവർ, തലമുറകളെ ദൈവരാജ്യത്തിന് വേണ്ടി എറിഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളവർ, ഹല്ലേലൂയ. ആലയത്തിനകത്ത് കിട്ടുന്ന നന്മകൾ, ഞാൻ ഇത് ഒരു മീറ്റിംഗ് 2017 കുമ്പനാട് ഒരു YMC ഹോളിൽ ഞാൻ പ്രസംഗിച്ചതാ. അന്ന് ഒരുപാട് ചർച്ചുകളുണ്ട്. കുമ്പനാട് എന്ന് പറഞ്ഞാൽ പെന്തക്കോസിന്റെ ഈറ്റില്ലമാ. ഞാൻ പറഞ്ഞു, ദൈവസഭയ്ക്കകത്ത് കിട്ടുന്ന നന്മകൾ കൊണ്ടുവന്ന് നിന്റെ മക്കൾക്ക് കൊടുത്തു, ഹല്ലേലൂയ, പുഷ്ടി കൊടുത്ത്, ഹല്ലേലൂയ, വലിയ സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, ആലയത്തിനകത്ത് ദൈവമായിട്ട് ബന്ധമില്ലാതെ ഹല്ലേലൂയ ഇരിക്കുന്ന ദൈവജനമേ, നീ വിട്ടിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങ്. ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്തോട്ട് മടങ്ങി വാ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് കയറി വാ. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കുന്നു, കർത്താവെ ഞാൻ റെഡിയാ കർത്താവ്. ഹല്ലേലൂയ. പ്രസാദങ്ങളെ ഇന്ന് രാത്രി തീരുമാനമെടുത്തോ, കർത്താവ് മാനിക്കാൻ പോകട്ടോ. അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുക, സ്ഥിതികളെ ദൈവം മാറ്റാൻ പോകുക, തലമുറകൾക്ക് വേണ്ടി രാജ്യങ്ങളെ ദൈവം തുറക്കാൻ പോകട്ടോ. രാജ്യങ്ങളുടെ നന്മകൾ ബ്രദറെ നിങ്ങളുടെ കൈകളിൽ ദൈവം തരും. കർത്താവിന് വേണ്ടി എല്ലാം വിട്ടിറങ്ങിക്കോ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കർത്താവ് ഹല്ലേലൂയ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തിന്റെ മഹത്വമായി ദൈവം ഉപയോഗിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രിയ ബ്രദറെ വീടിനകത്ത് ദൈവാത്മാവ് തുറക്കാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം, ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് റബനഗടക ശാന്തന. ഓ ജീസസ്, ജീസസ്, ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി. മനോജ് ഹരി എന്ന് പറഞ്ഞ് ദിവസിനകത്തിരിക്കുന്ന അഭിഷേകത്തിനെ ദൈവാത്മാവനോട് പറയുന്നു, 2017 കാലഘട്ടം മുതൽ ജീവിതത്തെ കടന്നു വന്ന ചില പ്രതിസന്ധികൾ, ചില ക്രൈസിസുകൾക്കകത്തൂടെ ദൈവം ഇവിടെ വരെ എത്തിച്ചു. 2026 6 മാസത്തിൽ കർത്താവിനോട് പറഞ്ഞു, ദൈവത്തിന്റെ ഒരു മഹത്വം കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ദൈവാത്മാവ് ഒരു വലിയ പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുക. ഒരു വലിയ ഫയൽ കർത്താവിനെ കാണിക്കുന്നു. ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വലിയ പ്രോജക്ടർ അഭിഷക്തനെ നിങ്ങളുടെ കയ്യിൽ പ്രോജക്റ്റ് ദൈവം ഏൽപ്പിക്കാൻ പോവുക. അതിനുവേണ്ടി റെഡി ആയിക്കോളാൻ ആത്മാവ് ഇടപെടുക കേട്ടോ.
പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ അടുത്തൊരു അഭിഷേകത്തിന്റെ ശക്തിയോടെ വരും കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായ നിലവാരത്തിനകത്ത് ദൈവാത്മാവനോട് പറയുന്നു, പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോസ്തലന്മാരെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അഭിഷേകനെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. അടുത്ത ഉണർവിന്റെ കാലഘട്ടത്തിൽ മുൻനിരയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കപ്പെടാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് വ്യക്തമായി ഇടപെടുക കേട്ടോ. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടു ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവശക്തമായി ഉപയോഗിക്കാൻ പോവുക. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മേൽ ദൈവം ചലിപ്പിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. ശിവാസുനിൽ എന്ന ദിവസത്തിനകത്തിരിക്കുന്ന പ്രിയ സിസ്റ്റർ ദൈവാത്മാവിനോട് പറയുന്നു, ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, നിന്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ഞാൻ മാറ്റാൻ പോകും. ഓ റമ ശബ്ദൽ ഖമാന വൈശസിയാന്തന റീഘാരകനഘടകസി റീവൽ പ്രൗഢമാരകത്തുനി അർത്ഥനാരകൽ കവനഘടകശാന്തന. നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് ദൈവാത്മാവ് എന്ന് രാത്രി എന്നോട് സംസാരിക്കുന്നു കേട്ടോ. ചുടാരാബ ശന്തൽ ഖമാന വൈശസിയാന്തന റീഘാരക ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചില വേദികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. പിതാവാം ദൈവത്തിന്റെ സ്വപ്നമാണ് നിങ്ങൾ. ദൈവത്തിന്റെ ഡിസൈനകത്ത് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വപ്നത്തിനകത്തുള്ള വ്യക്തിയാണെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു കേട്ടോ. സെപ്റ്റംബർ മാസത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് വേഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചില ഇടപെടലുകൾ സിസ്റ്റർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. പ്രാർത്ഥിച്ച് കയറിക്കോ, ദൈവപ്രവൃത്തികൾ കാണാൻ റെഡി ആയിക്കോ. ചില മറുപടികൾ കരങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ദൈവാത്മാവ് പറയുന്നു. രാജ്യങ്ങളുടെ നിയമങ്ങളെ പോലും മാറ്റിമറിക്കത്തക്ക വിധത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ സിസ്റ്റർ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. ചൂടാരാബ ശംധന റവൽക്കമനഘടകത്തി അടകരകനക ശംധന റീഖാരകനഘടക ശാന്തന. ഹാലലൂയ. ആന്റി ഗ്രേസി ആന്റി, ദൈവമാക്കിയിരിക്കുന്ന രാജ്യത്തിനകത്ത് കർത്താവിനോട് പറയുന്നല്ലേ, എന്റെ അപ്പൻ കാൽ വെച്ച രാജ്യം ഇസ്രയേൽ എന്ന് പറഞ്ഞു. ആ രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ആന്റിയിൽ കൂടി ദൈവാത്മാവ് വെളിപ്പെടും. ഹാലലൂയ. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവത്തിന്റെ ചില ചലനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോവുക. ചില ദൈവപ്രവർത്തികൾ ആന്റി കാണാൻ പോവുക കേട്ടോ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ വരും ദിവസങ്ങളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ആത്മാവ് ഇടപെടുക കേട്ടോ. ഓ റമ ശംധന റവൽ കമനഘടകസി. ചില ക്രൈസസുകളെ ദൈവം പൊട്ടിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ആന്റിക്ക് വേണ്ടി ചിലത് തുറക്കുകയാണ്. ഓ റമ ഹത്തുനി അൽഖമ സഹ നഹത്തിനി റീഖൻ കനാ റഹന്തുനി അർത്ഥമാനഹസിയാന്തന റീവൽ പ്രൗഢമാ രഗനഘടകസിയാന്തന. ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയുന്നതല്ലോ വായു സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദമാക്കി, ദൈവത്തിന്റെ ഹാലലുയ നാവാക്കി ആന്റി ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു കേട്ടോ. എന്നോട് കർത്താവ് നിരമ്യാവിനോട് പറഞ്ഞതുപോലെ, നീ എന്റെ കയ്യിലെ വെൺമഴുവ, യുദ്ധത്തിനുള്ള ആയുധമാ കേട്ടോ. ഞാൻ നിന്നെ കൊണ്ട് ചിലതിനെ തകർക്കും. ദൈവത്തിന്റെ യുദ്ധത്തിന്റെ വെപ്പണാക്കി ഞാൻ നിന്നെ തീർക്കാൻ പോവുകയാണ്. ഹാലലൂയ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തോ. യുദ്ധത്തിനായി നിന്റെ കൈകളെ, പോരിനാ നിന്റെ വിരലുകളെ ദൈവം അഭ്യസിപ്പിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്ന ആന്റിയെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിർത്താൻ പോവുകയാണ്. ഇത് ഭയങ്കര ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ആത്മാവ് ആന്റിക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വെപ്പണാക്കി ദൈവം നിർത്താൻ പോവുകയാണ്. ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരമ്പ കേട്ടോ.
ചുടാരാബ ശന്തന റബൽക്കമനഗടസി യുദ്ധത്തിനുള്ള ആയുധമാണ്. ഹാലേലൂയ, ഹാലേലൂയ. ഒരു പൈശാച മണ്ഡലങ്ങളും തൊടാൻ കഴിയാത്ത വിധത്തിൽ ഒരു താമ്ര ഭിത്തിയാക്കി ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. ആത്മാവിടപെടുക. ഒരു പിശാചും ഒരു പൈശാച മേഖലകളും ഒരു മനുഷ്യ ശബ്ദങ്ങളും നിനക്കെതിരെ തൊടുത്തു വിട്ടാലും നിന്നെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ താമര ഭിത്തിയാക്കി ആത്മാവ് അഭിഷേകത്തെ ദൈവം നിന്നെ പുറത്തെടുത്തിരിക്കുക. ദൈവത്തിന്റെ കയ്യിലെ വെൺമഴുവ കേട്ടോ, യുദ്ധത്തിനുള്ള ആയുധമാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്, ജയം നമ്മുടേതാ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിശാച് നിന്നെ ഒരിടത്തും ഉറപ്പിക്കാതെ നിനക്കെതിരെ പടപൊരുതി ഹല്ലേലൂയ കൂട്ടത്തോടെ വെട്ടിക്കിളിയെ പോലെ നിനക്കെതിരെ ഗസവരെയുള്ള ഇസ്രായേൽ ജനത്തിന്റെ വായ്ത്തത്വങ്ങളെ, നന്മകളെ, ഹാലേലൂയ, അമേരിക്ക ശക്തികൾ, കിഴക്കൻ ദേശക്കാർ, മിഥ്യാന്യ ശക്തികൾ കൂട്ടത്തോടെ വെട്ടിക്കിളിയെ പോലെ നിന്നെ അപകരിച്ചു കളഞ്ഞ ഒരു കാലഘട്ടത്തിൽ ആത്മാവനോട് പറയുന്നു, ഒരു ഗിദെയോൻ തീരുമാനിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചിലത് തിരിച്ചു പിടിക്കും. ഒറ്റയ്ക്ക് തീരുമാനിച്ച് ഇനി മിഥ്യാനയുടെ കയ്യിലോ അമേരിക്കയുടെ കയ്യിലോ കിഴക്കൻ ദേശക്കാരുടെ കയ്യിലോ 3 ജാതിക ശക്തികളെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ഗസ വരെയുള്ള അവിടെ വാഴ്ചത്വങ്ങളെ, നന്മകളെ വെട്ടിക്കിളിയെ പോലെ കൂട്ടത്തോടെ വന്ന് കടന്നാക്രമിച്ചു കൊണ്ടുപോയപ്പോൾ ഇത് തീരുമാനിച്ചു, ഇനി ഞാൻ വിട്ടുകൊടുക്കത്തില്ല, മിഥ്യാന ശക്തികൾക്ക് വിട്ടുകൊടുക്കത്തില്ല. മുന്തിരിച്ചക്കിനോട് ചേർന്നിരുന്ന് ഗോതമ്പ് മെതിച്ചതുപോലെ ആത്മാ പറയുന്നു, ക്രിസ്തുവാകുന്ന പാറയുടെ മേൽ ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന ചക്കിനരികിലിരുന്ന് ആ ചക്കിനകത്ത് അരഞ്ഞ് അതൊരു വീഞ്ഞായി പുറത്തു വന്നതുപോലെ ക്രിസ്തുവിന്റെ പാദമിടത്തിൽ ഇരുന്നു കൊണ്ട് മിഥ്യാനയുടെ കയ്യിൽ നിന്റെ നന്മകൾ വിട്ടുകൊടുക്കാതെ ഈ കാലഘട്ടത്തിൽ തിരിച്ചു പിടിക്കാൻ നീ തയ്യാറായാൽ നഷ്ടപ്പെട്ടതിനെ യോബിന്റെ ജീവിതത്തിൽ 7 ഇരട്ടി മടക്കി കൊടുത്തതുപോലെ വരും കാലഘട്ടങ്ങളിൽ ആത്മാവനോട് പറയുന്ന ആന്റി, ഒരു ഭയങ്കര ഡോർ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രി ആത്മാവ് സിസ്റ്റർക്ക് വേണ്ടി തുറക്കാൻ പോവുക. ചൂടാരാമാന ഹതുരിക ജനഘടകസി അർത്ഥമാനകൽക്കമാന വൈശസിയാന്തന റീകാരകടകശാന്തനെ. ഹല്ലേലൂയ. ദൂതന്മാർ പോലും വന്ന് ഗിദെയോന് സല്യൂട്ട് കൊടുത്തു കേട്ടോ. പരാക്രമശാലിയ ഗിദെയോനെ, അങ്ങനെ ഒരു വിളി വരാൻ പോവുക ആന്റിക്ക്. പരാക്രമശാലിയ ഗിദെയോനെ എന്ന് വിളിച്ചതുപോലെ ആന്റി ദൈവാത്മാവ് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോട്ടോ. ഒന്ന് പരാക്രമശാലിയെ പോലെ ചടകുടഞ്ഞൊന്ന് എഴുന്നേറ്റോണം. ഇങ്ങനെ പതുങ്ങിയിരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് ചടകുടഞ്ഞ് ഹല്ലേലൂയ പെരിസ്യ ശക്തികളോടും അമേരിക്കരോടും കിഴക്കൻ ദേശക്കാരോടും മിഥ്യാന്യ ശക്തികളോടും പടപൊരുതാനുള്ള യുദ്ധത്തിന്റെ ആയുധമാക്കി ഒരു വെപ്പണാക്കി ദൈവം പുറത്തെടുക്കാൻ പോകുക. റെഡി ആയിക്കൊള്ളാൻ ആത്മാവ് ഇടപെടുന്നു. രാത്രികാലം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ, ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ റമ ശാന്തന റകൽക്കമനഘടകസിയാന്തര. കർത്താവേ, ഇന്ന് രാത്രി അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവജനത്തിന് ആവശ്യമായ ദൂതുകളെ, ആലോചനകൾ കർത്താവെ നീ കൃത്യമായി നീ ഏൽപ്പിച്ചല്ലപ്പ. അപ്പൻ എന്റെ കയ്യിൽ തന്നത് അങ്ങിൽ നിന്ന് ഞാൻ പ്രാപിച്ചു, ഈ ജനത്തിനെ ഞാൻ ഏൽപ്പിച്ചു. ഇന്ന് രാത്രി ആ വചനം ഇവരുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യണം. ഓരോ കുടുംബത്തിനകത്ത് മഹത്വമായി വെളിപ്പെടണം. മീറ്റിംഗിലേക്ക് ക്ഷണിച്ച അഭിഷേകദാസിയെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, പ്രത്യേക ഞങ്ങളുടെ വിനയപാസ കുടുംബത്തെ, നിന്റെ ദാസന്റെ വാഴ്ചത്വങ്ങൾ, ദൈവിക ശുശ്രൂഷകൾ കർത്താവ് വരും കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദമായി പിന്നെയും രാജ്യങ്ങൾ, പട്ടണങ്ങൾ യാത്ര ചെയ്ത് കർത്താവെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അഭിഷേകത്തിനെ ഞാൻ അനുഗ്രഹിച്ചു നിറഞ്ഞ മനസ്സോടെ ബ്ലസ് ചെയ്യുന്ന കർത്താവ് ഒരു അനുഗ്രഹമായി മാറണം. സ്വർഗം അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന അപ്പ എല്ലാ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ക്ഷമയോടെ ഇതുവരെ ദൈവജനം കേട്ട ഇടിവേസിനകത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, വീഡിയോയിൽ വന്നവരെ അല്ലാത്തവരെ എല്ലാം ഞാൻ നിറഞ്ഞ മനസ്സോടെ അപ്പന്റെ പകരക്കാരിയായി നിന്നുകൊണ്ട്, അപ്പനേൽപ്പിച്ച ശുശ്രൂഷയുടെ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട്, ആ അഭിഷേകത്തിനകത്തുകൊണ്ട് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരു അനുഗ്രഹമായി മാറണം. സ്വർഗം അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ഓർക്കുമ്പോൾ എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, എന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ മൂത്ത മോൻ ആദിത്യൻ സിയോ കുഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറി.
അർജുൻ സിയോ 9 കയറി. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും എന്റെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുപാടെല്ലാം തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ പല അടിമകളായി ഒത്തിരി തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലകൾക്കകത്താണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ശത്രു യാതൊരു വിധത്തിൽ പല ദൈവരാജ്യത്തിനും ദൈവത്തിനും അപമാനം വരുത്തുന്നതൊന്നും തലമുറകളിൽ നിന്നും ഉണ്ടാകരുത്. ഒറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. ആമേൻ, ആമേൻ. ആമീൻ ആമീൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, ആലോചനകള് ഒക്കെ നമുക്കായി ഒരുക്കി തന്ന പ്രിയ അഭിഷിക്തരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നമുക്ക് വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം നമ്മുടെ മേൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. ആശീർവാദം പറയുവാനായിട്ട് പാസ്റ്റർ മനോജ് ഹരിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളൂ. പാസ്റ്റർ ബിനോയ് പാസ്റ്റർ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം. ബിനോയ് പാസ്റ്റർ വീഡിയോയിൽ ഇല്ല, അതുകൊണ്ട് തിരക്കാണോന്ന് അറിയില്ല. ബിനോയ് പാസ്റ്റർ കാണുന്നില്ല. മനോജ് പാസ്റ്റർ തന്നെ അങ്ങ് പറഞ്ഞു, പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തേര്, ടൈം വേസ്റ്റ് ആകണ്ട. ബിനോയ് പാസ്റ്റർ നേരത്തെ പറഞ്ഞു. ക്രൂശിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗീയ സാന്നിധ്യത്താലെ നിറച്ചതിനാലെ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളുടെ വലിയ ആലോചനകൾ പറയുന്നതിനാലെ സ്തോത്രം. ഏലിയാവ് യാഗവീടെ ഒരുക്കിയതുപോലെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞങ്ങളെ നിർത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവൈസിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാഗപീഠം പണിയുന്നതിന് മുൻപേ കർത്താവിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ഏലിയാവ് 7 തവണ പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയതുപോലെ ദിനംതോറും ഞങ്ങൾ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കൂടിയായിരിക്കുന്ന ഏലിയാവിനോട് തുല്യമായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ കൽപ്പനയുടെ പ്രമാണം കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അകൃത്യങ്ങളെയെല്ലാം ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണത്തോടെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന ഉയരത്തിൽ നിന്നും ദൈവം നൽകുന്നതിനാല സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏലിയാവ് മുട്ടുമുടക്കിയപ്പോൾ അങ്ങ് വിദൂരത്തിൽ കൈ ഉയരുന്നത് പോലെ ആത്മാവിൽ കാണുവാൻ ഏലിയാവിനെ സഹായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ. കർത്താവ് ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ അങ്ങ് ഉയരത്തിലിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണുവാൻ തക്കവണ്ണം, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കാണുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. കർത്താവെ, ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ, ഞങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്ത് പണിതെടുക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നു. എന്നാൽ ശമൂവേലിന്റെ ഓട്ടത്തിന്റെ നടുവിൽ കർത്താവെ, ശമൂവേൽ പ്രവാചകനിലൂടെ ശുശ്രൂഷകൾ നഷ്ടമാക്കിപ്പോയ തലമുറകളിൽ ഞങ്ങൾ കർത്താവെ പാഠം പഠിക്കുവാൻ, ഞങ്ങളുടെ ഓട്ടത്തിന്റെ നടുവിൽ ശുശ്രൂഷകളുടെ നടുവിൽ സ്വസ്ഥമായിരുന്ന് അങ്ങയിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ശമൂവേലിനെ വാർത്തെടുത്ത മാതാവിന്റെ കണ്ണീരിന് നടുവിൽ ശമൂവേലിനെ ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കണ്ണീരിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ നിർത്തണമേ. ശമൂവേലിന്റെ തലമുറകൾ ശുശ്രൂഷയ്ക്ക് ഇല്ലാതെ ഇരുന്നു എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ കണ്ണീരിന്റെ പ്രാർത്ഥനയോടുകൂടി കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുട്ടുമടക്കുമ്പോൾ യാഗപീഠം ഇടിച്ച് നിരത്തി സ്തോത്രം പരിശുദ്ധാത്മാവിൽ പണിയുമ്പോൾ കർത്താവ് ഉയരത്തിൽ നിന്ന് ആലോചന ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓരോരുത്തരെയും കുടുംബങ്ങളെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ സാക്ഷ്യം കേൾപ്പാൻ അങ്ങ് സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ഒരുപോലെ അനുഗ്രഹിച്ചനാല സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാ ഏകദൈവത്തിന്റെ സാന്നിധ്യവും നിരന്തര സഹവാസവും കർത്താവിന്റെ 2ാം വരവരെയും പ്രാർത്ഥിച്ച വിഷയത്തിന് നടുവിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിന്റെ 2ാം വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താകട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ വരേണമേ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ്